പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 സഹപാഠികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അഞ്ജന മധു, അലീന ദിലീപ്, എ ടി അക്ഷിത എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മകളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒക്ടോബറിൽ അമ്മു സജീവിന്റെ പിതാവ് പ്രിൻസിപ്പലിന് നൽകിയ പരാതിയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഈ അമ്മു സജീവിന്റെ ഫോൺ പരിശോധനയ്ക്ക് ശേഷമാണ് അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. പോലീസിന് ചില നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണോ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കുടുംബം ഉന്നയിക്കുന്ന പരാതി അതിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരുപാട് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രിൻസിപ്പലിന് നൽകിയ പരാതിയുടെ ഉള്ളടക്കം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ് ജയശങ്കർ? റീജിത്ത്, പോലീസ് പ്രഥമ തെളിവായി പരിഗണിച്ചത് പിതാവ് കഴിഞ്ഞ മാസം നൽകിയ പരാതി തന്നെയാണ്. ഈ പരാതിയിൽ മകളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കൃത്യമായി പിതാവ് ഈ പരാതിയിൽ പറയുന്നുണ്ട്. നിരന്തരം ഈ 3 പെൺകുട്ടികൾ തൻ്റെ മകളെ ശല്യപ്പെടുത്തുന്നെന്നും പിതാവ് ഈ പരാതിയിൽ ആവർത്തിക്കുന്നുണ്ട്. ഈ പരാതി മുമ്പ് പിതാവ് മറ്റൊരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കോളേജ് ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ പെൺകുട്ടികൾ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് കോളേജ് അധികൃതർക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ ലംഘിക്കുന്ന തരത്തിൽ ഹോസ്റ്റലിലും കോളേജിലും നിരന്തര പീഡനം, മാനസിക പീഡനം അമ്മു നേരിട്ടു. ഇതാണ് ഈ ഒരു മരണത്തിലേക്ക് കലാശിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ തെളിവ്, ഇത് പ്രാഥമിക തെളിവായി പരിഗണിച്ചുകൊണ്ട് പോലീസ് ഈ 3 പ്രതികൾക്കെതിരെ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ 3 പേരെയും ഇപ്പം ഞാൻ നിൽക്കുന്ന പത്തനംതിട്ടയിലെ ഈ ആശുപത്രിയിൽ, ജനാശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി, വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവരും. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവരെ കോടതിയിൽ എത്തിക്കുക. എന്തായാലും നിലവിൽ പോലീസിൻ്റെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഫോണിൽ നിന്നുൾപ്പെടെ നിർണായകമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് തെളിവ് ശക്തമാക്കാനുള്ളൊരു നീക്കത്തിലാണ്. ഇതെല്ലാം കൃത്യമായി ഉറപ്പിച്ച് കോടതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിക്കുക. എന്തായാലും ഇന്ന് ഈ പ്രതികൾ ഏതെങ്കിലും തരത്തിൽ... ശരി, എ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്.